ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ചാളുകളുടെ സാക്ഷ്യം ഒന്ന് കൊണ്ടുവരാൻ പോവുക. ആദ്യത്തെ ആള് ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനൊരു സാക്ഷ്യം പറഞ്ഞേനെ. ഞാനൊരു ധനിക കുടുംബത്തിൽ അല്ല ജനിച്ചത്. എൻ്റെ ഉദ്യോഗം കൊണ്ട് ഞാനൊരു പടയാളിയാ. എൻ്റെ നേട്ടം കൊണ്ട് ഞാനൊരു ചക്രവർത്തിയാ. ഇവിടെ ഇരിക്കുന്ന ഒറ്റയാൾക്കും ഈ സാക്ഷ്യം പറയാൻ ഒക്കത്തില്ല. ജനിച്ചതൊരു ധനമില്ലാത്ത ഒരു പൂർ ഫാമിലി, നേട്ടം കൊണ്ട് ഫ്രാൻസിന്റെ ചക്രവർത്തിയായി തീർന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ സാക്ഷ്യം അത്. രണ്ടാമതൊരാളുടെ സാക്ഷ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഒരു സാധാരണ കുടുംബത്തിൽ ഞാൻ ജനിച്ചു. ഞാൻ സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. നേട്ടം കൊണ്ട് ഞാൻ ലോകം അറിയപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 16ാമത്തെ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. ഇവിടെ ആർക്കെങ്കിലും ആ സാക്ഷ്യം പറയാൻ ഒക്കുവോ? മൂന്നാമത്തെയാളുടെ സാക്ഷ്യം, ഞാൻ ദത്തെടുക്കപ്പെട്ട ഒരു മകനാ. എനിക്ക് കോളേജിൽ പഠിച്ചപ്പോ ഡോമെട്രിയിൽ റൂമിൽ സ്ഥലമില്ലാതെ ഞാൻ കോറിഡോറിൽ കിടന്ന് ഉറങ്ങിയവനാ. ബൈ അച്ചീവ്മെന്റ് ഐ ആം ദ CEO ഓഫ് ആപ്പിൾ കമ്പനി. സ്റ്റീവ് ജോബ്സിന്റെ സാക്ഷ്യം അത്. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാനൊക്കത്തില്ല, വേദിയിലിരിക്കുന്നവർക്ക് പറയാനൊക്കത്തില്ല. ലോകം തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മില്യനെയറിന്റെ സാക്ഷ്യമാണ്. നാലാമത്തെ ഒരാളുടെ സാക്ഷ്യം. നമുക്ക് ഇന്ത്യയിലേക്കൊന്ന് വരാം. കർഷക കുടുംബത്തിൽ നിന്ന് ഞാൻ കഠിനാധ്വാനം ചെയ്തു. ഏറ്റവും പ്രശസ്തമായ IIT-യിൽ നിന്നും എൻ്റെ PhD ഞാൻ പഠിച്ചു. ISRO-യുടെ ചെയർമാനാണ് ഞാനിപ്പം, K. ശിവൻ സാർ. ഞാൻ ഈ 4 പേരുടെ സാക്ഷിയോടെ പറഞ്ഞ എന്താണെന്നറിയോ? ഈ ലോകത്തിൽ ധനികനാകാൻ യേശുവിനെ ആവശ്യമില്ല. ഈ ലോകത്തിൽ സയന്റിസ്റ്റ് ആകാൻ യേശുവിനെ ആവശ്യമില്ല. ഈ ലോകത്തിൽ പണം ഉണ്ടാക്കാൻ യേശുവിനെ ആവശ്യം ഇല്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഏതോ 1-2 നന്മകളും അതിനോട് ചേർത്ത നമ്മൾ ഈ വാക്യം വായിക്കുന്നത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം ഇതിലൊക്കെയും ജയാളികൾ. ഞാൻ ജയിച്ചു, കാരണം എനിക്കിതുണ്ട്, എനിക്ക് അതുണ്ട്. ഈ പറഞ്ഞ 5 പേരുടെ അടുത്തെങ്കിലും നമ്മൾ വരത്തില്ലല്ലോ. അല്ല, നമുക്ക് പറയാനുള്ള കാറിന്റെ എണ്ണം 2, 3, 4, 5. ഇന്നിവിടെ അംബാനി നിൽക്കുകയായിരുന്നെങ്കിൽ പറഞ്ഞേനേയും 6 നില കെട്ടിടത്തിനകത്ത് 350ഓളം ഏറ്റവും എക്സ്പെൻസീവ് കാറുകൾ കയറ്റിയിട്ടിരിക്കുക. ഒരു ഉപവാസ പ്രാർത്ഥനയും നടത്തിയിട്ടല്ല. അവനെ ജയാളിയാക്കാൻ അവന്റെ ദൈവം ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ ജയാളിയാകുന്ന കാര്യമല്ല പൗലോസ് ഇവിടെ പറയുന്നത്.